അബദ്ധമാണ്. ഏതോ കുബുദ്ധിയുടെ തലയിൽ ഉരുത്തിരിഞ്ഞ ഒരു സാധനമാണ്. ഇനി പിണറായി വിജയനും സർക്കാരിനും എത്ര ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം ഫലം പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം രാവിലെ പന്തലൊരുക്കാൻ ഇതെന്താ വേറെ എന്തെങ്കിലും ഫുട്ബോൾ മാച്ചിൻ്റെ അവസാനം കപ്പ് കൊടുക്കുന്ന പരിപാടിയല്ലാണ്. അങ്ങനെയൊന്നുമല്ല, ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. ഇത് പിണറായി വിജയനെ ട്രോളാൻ വേണ്ടി, സത്യത്തിൽ പിണറായിയെ ട്രോളാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ്, അല്ലാതെ അതിന് യാതൊരു അവസ്ഥയുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന് ശേഷം UDF അതിഭയങ്കര ആത്മവിശ്വാസത്തിൽ പറയുമ്പോൾ ഇടതുപക്ഷം ശബ്ദമൊന്ന് പുറകോട്ട് പോയിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബുദ്ധിജീവികൾ ഇൻകോട്സ് ഞങ്ങൾ തോക്കും എന്നാലും ചിലപ്പം ജയിക്കും എന്ന മട്ടിലൊക്കെ പല രീതിയിൽ പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു UDFന് വലിയ മേൽക്കൈ എന്നുള്ളത് കുറേ ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ, ആ ന്യൂസ് സൈക്കിൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിനും എന്നാലും ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന വേറൊരു നറേറ്റീവിന് കുറച്ചുകൂടെ ഒരു ആക്കം കിട്ടും. അങ്ങനെ കുറച്ച് ചർച്ചകളെ വരുന്നുള്ളൂ. ഈ ചർച്ചകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പോഴും പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ പുറത്ത് പറഞ്ഞ കണക്ക് 90 സീറ്റെന്നാണ്, അവരകത്ത് പറയുന്ന കണക്ക് 73 or 74 സീറ്റിൽ ജയിക്കുമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്ക്. ആ കണക്കിൽ അവർക്ക് വലിയ ആത്മവിശ്വാസമില്ലെന്നും കഷ്ടിച്ച് കടന്നുകൂടും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ ഔദ്യോഗികമായ അവർക്കുള്ള അസസ്മെൻറ്റ്. ഇപ്പോൾ ഉദുമ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ കോട്ടയാണ്. അവിടെ അടക്കം 1500 വോട്ടിന് തോക്കും എന്നുള്ളതാണ് അവിടുന്ന് പാർട്ടി സംവിധാനത്തിൽ കൊടുത്തിരിക്കുന്ന കണക്ക്. അങ്ങനെ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരിയ മാർജിന് കടന്നുകൂടും എന്ന ഒരു വിശ്വാസം മാത്രമാണുള്ളത്. അതേസമയം UDF പ്രത്യേകിച്ച് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പല എക്സിറ്റ് പോൾ സർവേകളെക്കുറിച്ചും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കുറച്ചുകൂടെ മേൽക്കൈ UDFനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇരിക്കുന്നതിൽ പോലും വളരെ വലിയ ഭൂരിപക്ഷം UDFന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഒപ്പം ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് എക്സിറ്റ് പോൾ ഏജൻസികളാണ്. അതുകൂടെ ചേർത്ത് പറയാം, BJP അക്കൗണ്ട് ഇത്തവണ ഒരിക്കൽ കൂടി തുറക്കുമെന്നും അത് ഒരു അക്കൗണ്ട് ആയിരിക്കില്ല എന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ട് എന്നുകൂടി വായിക്കണം. അത് പക്ഷേ CPMൻ്റെ സീറ്റാണോ പോകുന്നത്, അങ്ങ് കാസർഗോഡ് ജില്ലയിൽ ലീഗിനുണ്ടായ സീറ്റാണോ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ അഭിപ്രായ സർവേകളിൽ മേൽക്കൈ ഇപ്പോഴും UDFന് തന്നെയാണ്. പിണറായി വിജയനെ ട്രോളാൻ വേണ്ടി, പിണറായി വിജയനെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ആരോ പടച്ചുവിറ്റ വാർത്തയ്ക്കപ്പുറം ഇടതുപക്ഷത്തിനൊരു ചെറിയ ആത്മവിശ്വാസം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നത് ഈ കഥയിൽ ഒരു എന്താ പറയുക മോറലായിട്ട് എടുക്കാം. ഇടതുപക്ഷത്തിനൊരു ചെറിയ ആത്മവിശ്വാസം തോന്നി തുടങ്ങിയിട്ടുണ്ട്. UDFൻ്റെ വളരെ വലിയ അട്ടഹാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഞങ്ങൾ ജയിച്ചു കളയും എന്ന മട്ടിലൊരു ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ. അതിൻ്റെ ബാക്കിയാവാനേ തരമുള്ളൂ. പിണറായി വിജയൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല.